ഓരോ നിമിഷങ്ങളും സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളും അള്ളാഹുവിൻ്റെ അടുക്കൽ മില്യൺ ഡോളറുകളാക്കിയതിൻ്റെ സൽക്രമത്തെ അള്ളാഹു ഉയർത്തുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാം ഈ ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധരായ മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് സഹാബാക്കൾ ഓരോ ചോദ്യങ്ങളും ഓരോ ദിവസം ചോദിക്കാറുണ്ട്. ഹയ്യുൽ അഅ്മാലി അഫ്ളലു, അങ്ങനെ തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് സഹാബാക്കൾ ചോദിക്കും. അയ്യുൽ അദ്കാരി അഫ്ളൽ, കർമ്മങ്ങളിൽ ഏറ്റവും ഉചിതമായത് ഏതാണ്, ശ്രേഷ്ഠകരമായത് ഏതാണ്, ദിക്റുകളിൽ ശ്രേഷ്ഠകരമായത് ഏതാണ് എന്ന് ചോദിക്കാറുണ്ട്. എന്നാൽ ഈ പ്രാവശ്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബാക്കൾ ചോദിച്ചത് അതിവിചിത്രമായൊരു ചോദ്യമായിരുന്നു. അയ്യുന്നാസി അഫ്ളലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠൻ ആരാണ് എന്ന വിചിത്രമായൊരു ചോദ്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബാക്കൾ ചോദിക്കുകയാണ്. നിസ്കാരം, ജമാഅത്ത് നിസ്കാരം, രാത്രി നിസ്കാരം, അതുപോലെയുള്ള നിസ്കാരങ്ങൾ, നോമ്പുകൾ, സൽക്കർമ്മങ്ങളെ കുറിച്ചൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാറുണ്ട്. പക്ഷേ ഇതൊക്കെ അതിനേക്കാൾ വിചിത്രമായിരിക്കുന്ന ഒരു ചോദ്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. അയ്യുന്നാസി അഫ്ളലു യാ റസൂലല്ലാഹ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠൻ ആരാണ് നബിയെ, അല്ലാഹുവിൻ്റെ റസൂലേ എന്ന് അവിടുന്ന് ചോദിക്കുകയാണ്. നമ്മളൊക്കെ അങ്ങനെയാണ്. നമ്മളോട് ഇഷ്ടപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നതിനേക്കാൾ വിചിത്രമായ അറിയാത്തൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിൽ വലിയ താല്പര്യമുള്ള ആളുകളാണ് നമ്മളൊക്കെ. അതേപോലെ തന്നെയാണ് സഹാബാക്കൾ ഇതുപോലെയുള്ള ഒരു ചോദ്യം അവിടുന്ന് ചോദിക്കും. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് മറുപടി കൊടുക്കുകയാണ്. ഓ സഹാബാക്കളെ, അയ്യുന്നാസി അഫ്ളലു എന്ന ചോദ്യം നിങ്ങൾ ചോദിക്കുമ്പോ അതിന് ഞാൻ പറയുന്ന മറുപടി എന്താണെന്നറിയോ? കുല്ലു മഹ്മൂലുൽ ഖൽബി വസദൂഖുൽ ലിസാൻ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് മറുപടി കൊടുക്കുകയാണ്. കുല്ലുൽ, എല്ലാ ഓരോരുത്തരുമാണ് മഹ്മൂലുൽ ഖൽബ് വസദൂഖുൽ ലിസാൻ, നാവ് കൊണ്ട് സത്യം മാത്രം പറയുന്ന മഹ്മൂലുൽ ഖൽബായ ഒരു വ്യക്തിയാണ് ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായ ആൾ. സദൂഖുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ അതേ ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ മഹ്മൂലുൽ ഖൽബ് എന്താണ് നബിയേ? സദൂഖുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പ്രവാചകരെ. എന്നാൽ മഹ്മൂലുൽ ഖൽബ് കൊണ്ടുള്ള ഉദ്ദേശം ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല നബിയെ. കേട്ട പരിചയമില്ലാത്ത വാക്കാണല്ലോ നബിയെ അത്. ആ സമയത്ത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെന്ന് പറയുന്നു, ഹുവത് തഖയ്യുൻ തയ്യില ഇസ്മ ഫീഹി വലാ ബഗ്യ വലാ ദില്ല വലാ ഹസദ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്നു, മഹ്മൂലുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ പാപങ്ങളില്ലാത്തവനാണ്. പകയില്ല, അഹങ്കാരമില്ല, അസൂയയില്ല. ഈ രീതിയിൽ ഇതെല്ലാം മനസ്സിൽ സൂക്ഷിക്കാത്ത രീതിയിൽ ജീവിക്കുന്ന മനുഷ്യനെ കുറിച്ചാണ് മഹ്മൂലുൽ ഖൽബ് എന്ന് പറയുന്നത്. ഇങ്ങനെ മനസ്സിൽ പോരില്ലാത്ത ആളുകളുണ്ടോ?
ഹൃദയത്തിൽ ശുദ്ധനായ ആളുണ്ടോ അവനിക്കാണ് മഹ്മൂലുൽ ഖൽബ് എന്ന് പറയുക എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിനെ വാഴ്ത്തപ്പെടുന്ന ആളാണ്, ഈ സ്വഭാവമുള്ള ആൾ ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനാണെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് വിഷയമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് സദൂഖുൽ ലിസാൻ, രണ്ട് മഹ്മൂലുൽ ഖൽബ്. മഹ്മൂലുൽ ഖൽബ്, സദൂഖുൽ ലിസാൻ, ഈ രണ്ട് വിഷയങ്ങളാണ് ഇവിടെ പറഞ്ഞത്. എന്നാൽ ഈ രണ്ട് വിഷയങ്ങൾ മതി ഇവിടെ ലോകത്തുള്ള ജനങ്ങൾക്ക് മുഴുവനും, ഏത് ജോലി ചെയ്യുന്നവർക്കും ഈ രണ്ട് വിഷയമുണ്ടായിരിക്കണം. കച്ചവടക്കാർ, ജോലിക്കാർ, അതെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വാക്കാണ് മഹ്മൂലുൽ ഖൽബും സദൂഖുൽ ലിസാൻ എന്നുള്ളത്. അതേ മുതലാളിമാരോട് എങ്ങനെ പെരുമാറണം, തന്റെ മക്കളോട് എങ്ങനെ പെരുമാറണം, നാവ് കൊണ്ട് എങ്ങനെ സംസാരിക്കണം, ഓരോരുത്തരോടെടുത്തെത്തുമ്പോഴും എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടത് എന്ന രീതിയിൽ വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന വചനമാണ് മഹ്മൂലുൽ ഖൽബും സദൂഖുൽ ലിസാനും. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് മനസ്സ് ക്ലിയറായ വ്യക്തിയായിരിക്കണമെന്നാണ് പറഞ്ഞത്. അതേ മനുഷ്യന്റെ വാക്കിൽ നിന്ന് വരുന്ന, പ്രവർത്തനങ്ങളിൽ നിന്ന് വരുന്നത് എന്തും ശുദ്ധമായ വാക്കായിരിക്കണം. മഹാനായിരിക്കുന്ന അബ്ദുല്ലാഹ് ഇബ്നുൽ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളുടെ ഒരു സംഭവം മഹാനായിരിക്കുന്ന അനസ് റളിയല്ലാഹു അൻഹു വിവരിക്കുകയാണ്. യത്തലു അലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, ഇനി ഈ സദസ്സിലേക്ക് കയറി വരുന്ന ആൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സ്വർഗത്തിന്റെ അഹ്ലുകാരിൽപ്പെട്ട ഒരാൾ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുന്നതാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫീ യസാരിഹി നഅലഹാ, അദ്ദേഹത്തിന്റെ ഇടത് കൈയിൽ, അതാ അദ്ദേഹത്തിന്റെ ഇടതുകൈയിൽ രണ്ട് ചെരുപ്പുകൾ ഉണ്ടാകും. അദ്ദേഹത്തിന്റെ ഇടത് കൈയിൽ ചെരുപ്പുകൾ ഉണ്ടാകും. നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരാൾ വരുന്നുണ്ട് എന്ന് പറയുമ്പോ അദ്ദേഹത്തിനെ കുറിച്ചുള്ള വസ്തു കൂടി, വിശേഷണം കൂടി പറയുമ്പോൾ നാം പ്രത്യേകം അവരെ പ്രതീക്ഷിച്ചിരിക്കും. ആരാണ് ആ ആള് വരാനുള്ളത്, ഏതാണ് ആ മഹാൻ, ഏതാണ് ആ വ്യക്തി എന്നിങ്ങനെ ചിന്തിക്കുകയാണ് ഓരോരുത്തരും. സ്വഹാബാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്, ആരായിരിക്കും ആ വ്യക്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞപ്പോഴാണ് സഅദ് റളിയല്ലാഹു അൻഹു സദസ്സിലേക്ക് കയറി വരുന്നത്. അദ്ദേഹത്തിന്റെ ഇടത് കൈയിൽ രണ്ട് ചെരുപ്പുകളുണ്ട്. വുളു എടുത്തതിന്റെ ആ വെള്ളം ഇങ്ങനെ ഉറ്റുകയാണ്. ഈ രീതിയിൽ സദസ്സിലേക്ക് കടന്നു വരികയാണ്. പിറ്റേന്നും ഇതേ രീതിയിൽ തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, സ്വർഗാവകാശികളിൽ പെട്ട ഒരു വ്യക്തി ഇപ്പോൾ ഇവിടെ പ്രത്യക്ഷപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. 3 ദിവസം ഇതേ സംഭവം ആവർത്തിക്കുകയാണ്. 3 ദിവസവും വന്നത് സഅദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നിങ്ങളുടെ കൂടെ ഒന്ന് താമസിക്കട്ടെ. എന്താണ് അദ്ദേഹത്തിന്റെ അടുക്കലുള്ള സൽക്രമം? സ്വർഗാവകാശികളിൽ പെട്ട വ്യക്തിയാവാനുള്ള അടിസ്ഥാനം എന്താണ്? എന്ത് സൽക്രമമാണ് അദ്ദേഹം ചെയ്തിരിക്കുക എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൂടെ പോവുകയാണ്. അദ്ദേഹത്തിന്റെ കൂടെ പോയി, നിങ്ങളുടെ കൂടെ ഞാനൊന്ന് താമസിക്കട്ടെ, ഒരു ചെറിയ അസ്വാരസ്യം ഞങ്ങൾക്കിടയിലുണ്ട്, അതുകൊണ്ട് രാത്രി നിങ്ങളുടെ കൂടെ ഞാൻ താമസിക്കട്ടെ എന്ന് ചോദിക്കുമ്പോ അദ്ദേഹം താമസിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഈ വ്യക്തി വിവരം പറയുന്നില്ല.
ഈ സ്വർഗാവകാശികളിൽപ്പെട്ട വ്യക്തി ഈ സംഭവം അറിഞ്ഞിട്ടില്ല. 3 ദിവസവും പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആൾ ഇദ്ദേഹമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രത്യേക വല്ല സൽക്രമവും ജീവിതത്തിൽ പകർത്തുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൂടെ പോവുകയാണ്. രാത്രി നോക്കി പ്രത്യേകമായ വല്ല തഹജ്ജുദ് നിസ്കാരവും അദ്ദേഹത്തിന്റെ ഇടയിൽ വരുന്നുണ്ടോ? എന്നാൽ സാധാരണ എല്ലാവരും ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹവും ചെയ്യുന്നത്. അങ്ങനെ 3 ദിവസം അദ്ദേഹത്തിന്റെ കൂടെ അവിടെ താമസിക്കുകയാണ്. പുതിയത് വല്ലതും വരാനുണ്ടോ? അദ്ദേഹം എന്താണ് സ്വകാര്യമായി ചെയ്യുന്ന അമല്, സൽക്രമം എന്ന് നോക്കാൻ അങ്ങനെ താമസിക്കുകയാണ്. അദ്ദേഹം അങ്ങനെ അവിടെ നിന്നു. അങ്ങനെ 3 ദിവസം നിന്നു, ഉറങ്ങാതെ ഉറക്കമൊഴിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വല്ല സൽക്കം ഞാനോട് ഉറങ്ങിപ്പോയാലെന്ന് വിചാരിച്ച് ഉറക്കമൊഴിച്ചുകൊണ്ട് പരിശോധിക്കുകയാണ്. അവിടുന്ന് പരിശോധിക്കുന്ന സമയത്ത് ഒന്നും തന്നെ കാണാൻ കഴിയുന്നില്ല. അവർ രാവിലെ ഭക്ഷണവും ചായയും ഒക്കെ ഒന്നിച്ചു കഴിക്കുന്നു. ഞങ്ങൾ തമ്മിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയത് നിങ്ങളെപ്പറ്റി ഒരു കാര്യം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. നിങ്ങളുടെ പ്രത്യേകമായ വല്ല അമലുകളും ഉണ്ടോ എന്ന് പരിശോധിക്കാൻ നോക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അദ്ദേഹം പോകാണ്. അദ്ദേഹം ഇറങ്ങി ഇങ്ങനെ പോകുന്ന സമയത്ത് പിന്നെ ഒരു വിഷയം കേട്ടോ. എന്താ? നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് പ്രത്യേകമായ വല്ല അമലുമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ആരോടും വെറുപ്പോ പകയോ ഒന്നുമില്ല. ഞാനങ്ങ് ഉറങ്ങുമ്പോൾ എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ, എൻ്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ, ഞാൻ ഉറങ്ങുന്ന സമയത്ത് എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരാളോട് പോലും ദേഷ്യമില്ല, പകയില്ല, അസൂയയില്ല. ആ രീതിയിലാണ് എന്റെ മനസ്സുള്ളത് എന്ന് അദ്ദേഹം അവിടുന്ന് മറുപടി കൊടുക്കുകയാണ്. ഇത്രയേ കാര്യമുള്ളൂ. ഒരുപാട് നിസ്കാരമില്ല, ഒരുപാട് നോമ്പില്ല, ഒരുപാട് ദിക്റില്ല, ഒരുപാട് സ്വലാത്തില്ല, ഒരു കാര്യങ്ങളുമില്ല. പക്ഷേ ജീവിതത്തിൽ അവൻ ജീവിക്കുന്ന സമയത്ത് അവന്റെ ഹൃദയത്തിൽ ആരോടും പകയില്ല, ആരോടും വിദ്വേഷമില്ല, ആരോടും അസൂയയില്ല, അഹങ്കരിക്കാൻ വകുപ്പില്ല. ഈ രീതിയിൽ ജീവിക്കുന്ന ആൾ അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള ആളാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തുമുഅ്മിനീങ്ങളെ, ഈ രീതിയിൽ ആരോടും പകയില്ലാതെ, ആരോടും ദേഷ്യമില്ലാതെ ജീവിക്കാൻ നമുക്ക് കഴിയുമോ? ഖൂലൂ ഇബാദല്ലാഹി ഇഖ്വാനാ. പരസ്പരം എല്ലാവരും, എല്ലാ ആളുകളും സഹോദരന്മാരായി ജീവിക്കാൻ കഴിയുമോ? ഇതേ രീതിയിൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവർക്ക് സാധിക്കും എന്നതിന്റെ തെളിവാണിത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, കച്ചവട സ്ഥലത്തായാലും മറ്റുള്ള ഏർപ്പാടുകളിലായാലും ബിസിനസ്സുകളിലായാലും എവിടെയായാലും നമ്മുടെ നാവിനെ നാം ഒന്ന് സൂക്ഷിക്കണേ. നമ്മുടെ നാവിനെ സൂക്ഷിക്കണം. അതേ നമ്മുടെ ഹൃദയത്തെ നാം സൂക്ഷിക്കണം. അതേ രണ്ട് ശരീരത്തിൽ നിന്ന് 2 അവയവം നന്നായാൽ എല്ലാം നന്നായല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ നാവിനെയും നാം സൂക്ഷിക്കുകയാണെങ്കിൽ നാളെ പരലോകത്ത് യാതൊരു പേടിയും കൂടാതെ അവിടുന്ന് സിറാത്ത് പാലം കടന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തു മുഅ്മിനീങ്ങളെ, എല്ലാവിധ ശുദ്ധിയും നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ഹൃദയ ശുദ്ധിയോടെ കൂടെ തന്നെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ശുദ്ധി നാം അനുധാവനം ചെയ്യണം. പരിശുദ്ധ ഖുർആനിൽ 93-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ ദുഹാ. 3-ാം ക്ലാസ്സിൽ നിന്ന് കാണാതെ പഠിക്കുന്ന സൂറത്താണത്.
സൂറത്തുൽ ദുഹ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരംഭിക്കുന്ന സൂറത്താണിത്. ധാരാളം പ്രത്യേകതകളും ശ്രേഷ്ഠതകളും കൽപ്പിക്കപ്പെട്ട ഈ അധ്യായത്തിന്റെ അവതരണം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ആശ്വാസമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം പ്രതിസന്ധികളുടെ മറുപറമ്പിലൂടെ സഞ്ചരിക്കുന്ന സമയത്താണ്, നടക്കേണ്ടി വന്ന കാലത്താണ് ഈ പരിശുദ്ധമായിരിക്കുന്ന സൂറത്തുൽ ദുഹ ഇറങ്ങുന്നത്. ആശ്വാസത്തിന്റെ തെളിനീരായി അധ്യായം അവതരിക്കുന്നത് ആ സമയത്താണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ, മക്ക ജീവിതത്തിന്റെ കാലഘട്ടത്തിൽ വഹി മുറിഞ്ഞു പോവുകയാണ്. ഒരു സംഭവവും ജിബ്രീൽ മുഖേന നബിക്ക് എത്തുന്നില്ല. അത് 40 ദിവസമെന്നും 6 മാസക്കാലത്തോളം ഉണ്ട് എന്നുമൊക്കെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഏതായാലും ഒരു ദിവസം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ഇറങ്ങാതെ വന്നപ്പോ അതെ ഒന്നിലധികം തവണ തന്റെ അടുക്കൽ അല്ലാഹുവിന്റെ സന്ദേശവുമായി വന്നിരുന്ന സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വരവങ്ങ് നിലച്ചു പോവുകയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം വേദനിപ്പിക്കുകയാണ്, അങ്ങേയറ്റം വിഷമത്തിലാക്കുകയാണ്. ഓരോ ദിവസവും ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വരവും പ്രതീക്ഷിച്ച് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. പക്ഷേ നിരാശയായിരുന്നു ഫലം. ദിവസങ്ങൾ ഓരോന്നും കഴിയുകയാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗിയായി കൊണ്ടിരിക്കുകയാണ്. മാനസികമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും അധികം ഉലച്ച സന്ദർഭമായിരുന്നു അത്. മഹാരായ ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായി വരുന്നില്ല എന്ന് അറിഞ്ഞ മക്ക മുശ്രിക്കുകൾ ഏതെങ്കിലും ഒരു കാര്യം കിട്ടാൻ നിൽക്കല്ലേ പുറത്തേക്ക് ഇറങ്ങാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എങ്ങനെ പരിഹസിക്കാൻ തുടങ്ങി. അല്ലാഹു നിന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നവരെങ്ങനെ ഊറിപ്പാറി പറയുകയാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ചിരിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ടിങ്ങനെ നടക്കുകയാണ് മക്കാ മുശ്രിക്കുകള്. അത് പെണ്ണുങ്ങളും ഇവരെ കൂടെ കൂടുകയാണ്. ഈ സമയത്താണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുസ്ലിമീങ്ങൾ പോലും നബിയോട് ചോദിക്കുകയാണ്, മാലക ലാ യൻസിലു അലൈക്കൽ വഹി യാ റസൂലല്ലാഹ്. ഈ വിഷമങ്ങളും പ്രതിസന്ധികളും എല്ലാം സഹിച്ച് അതേ ഒരുപാട് ദിവസങ്ങളോളം ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞുകൂട്ടുകയാണ്. എത്ര ദിവസമെന്ന് വഹി മുറിഞ്ഞതെന്ന് പ്രത്യേകമായി പറയുന്നില്ല എങ്കിലും ഒരുപാട് ദിവസങ്ങളുണ്ട്. ഏതായാലും അങ്ങനെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് മക്ക മുശ്രിക്കീങ്ങളുടെ കുപ്രചാരങ്ങൾ തകർത്തെറിഞ്ഞുകൊണ്ട് അതാ സത്യദീനിന്റെ നിലനിൽപ്പ് പോലും അപകടാവസ്ഥയിലായ സന്ദർഭത്തിലാണ് പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും പൊൻവർണ്ണ കിരണങ്ങളുമായി സൂറത്തുൽ ദുഹ അവതരിക്കുന്നത്. മുഅ്മിനീങ്ങളെ, സൂറത്തുൽ ദുഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ ആശ്വാസം ചെറുതായിരുന്നില്ല. മരുഭൂമിയിലൂടെ ഒരു വൃക്ഷം പോലെ നമുക്കും തണൽ നൽകുന്ന സൂറത്താണ് സൂറത്തുൽ ദുഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മാത്രമല്ല പ്രയാസപ്പെടുന്ന മുഴുവൻ മനുഷ്യരോടും ഹബീബായ മനുഷ്യന്മാരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് സംസാരിക്കുകയാണ്. വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ.
പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വല്ലുഹാ, സൂര്യകിരണങ്ങൾ ഉദിച്ചുയർന്നു വരുന്നത് സത്യമല്ലേ? അതുപോലെ സത്യമുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാ, വല്ലൈലി ഇദാ സജാ, രാത്രി തന്നെയാണ് സത്യം. ആ സൂര്യകിരണങ്ങൾ അസ്തമിച്ച് അവകൾക്ക് മാറ്റം വന്ന് ശാന്തമായ രാത്രി വരുന്നതും സത്യമാണ്. ആ സത്യം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അതുപോലെ സത്യമായ ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, അതേ, നിന്റെ റബ്ബ് നിന്നെ കൈവെടിയുകയില്ല, വെറുക്കുകയുമില്ല. എത്രമാത്രം ആശ്വാസമായ വാക്കുകളാണ്. ഖുർആൻ വായിക്കേണ്ടതുപോലെ വായിച്ചു കഴിഞ്ഞാൽ, വായിക്കേണ്ടതുപോലെ വായിക്കാൻ നാം തയ്യാറായാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിന്റെ ആശ്വാസം എത്രയാണെന്ന്. ഈ സൂറത്ത് മാത്രമല്ല, ഈ സൂറത്തുമായി വന്ന സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കണ്ടതുപോലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വലിയ ആശ്വാസമായിരുന്നു. അവിടുന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിക്കുകയുണ്ടായി, അബ്തഅതു അലാ ഹത്താ സഅലനി വസ്തഖതു ഇലൈക ഫഖാല ജിബ്രീൽ അലൈഹിസ്സലാം ഇന്നി കുൻതു അശൂഖു വലകിൻ അബ്ദും മഅമൂർ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ജിബ്രീലിനെ കണ്ടപ്പോൾ ചോദിക്കുകയാണ് അലൈഹിസ്സലാം, ജിബ്രീലേ, നിന്നെ കാണാൻ ഞാൻ എത്രയോ ആഗ്രഹിച്ചിരിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചു പറയുകയാണ്, നബിയേ, അങ്ങ് എന്നെ കാണാൻ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ അങ്ങയെ കാണാൻ ഞാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. പക്ഷേ വലാകിന്നി അബ്ദും മഅമൂർ, അത് അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ മാത്രം കൽപ്പിക്കപ്പെട്ട അടിമയാണല്ലോ ഞാൻ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി പറയുകയാണ്. അതേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് വഹി ഇത്രയും കാലതാമസമുണ്ടായത്? ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം 3 കാര്യങ്ങൾ വഹി ഇറങ്ങാൻ താമസിച്ചതിന്റെ കാരണമായി പറയുന്നുണ്ട്. ഇവിടെ 3 കാര്യങ്ങൾ വഹി പോലും തടയപ്പെടാൻ, മലക്കുകൾ ഇറങ്ങുന്നത് തടയുന്നതായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം മുഅ്മിനെ നഖം മുറിക്കുക എന്നുള്ളതാണ്. നഖം മുറിക്കാതിരുന്നാൽ അള്ളാഹുവിന്റെ സഹായം നിലക്കുമെന്നാണ് ഈ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സഹായം വഹി പോലും ഇറങ്ങാതിരിക്കാനുള്ള കാരണമായി എണ്ണിയതൊന്ന് നഖം മുറിക്കാതിരുന്നതാണ്. മുറിക്കേണ്ടതാ കൈകൾ നഖം കത് സുന്ന, അതിനുള്ള ദിവസം വ്യാഴമായാൽ നന്ന. അതുപോലെ വെള്ളിയും നല്ലതായി പറയുന്നുണ്ട്, ജുമുഅക്ക് പോകും മുമ്പിലും പതിവുണ്ട്. അതിരാവിലെ മുറിക്കേണ്ടതാണ് നീ അന്ന്, നബി എന്ന് അബൂ ഹുറൈറ പറയുന്നുണ്ട്. നഖം മുറിക്കുമ്പോൾ വലത് ഭാഗത്തു നിന്നാണ് തുടങ്ങേണ്ടത്. ഇന്ന് പലരും നഖങ്ങൾ നീട്ടി വളർത്തുന്നതായി കാണാം. ഇത് സുന്നത്തിനെതിരാണെന്ന് മാത്രമല്ല, ശുദ്ധിയെ തടയുന്ന കാര്യവുമാണ്, ഇസ്ലാമിന്റെ സംസ്കാരത്തിന് എതിരാണ് എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം മീശ വെട്ടാതിരിക്കുക എന്നുള്ളതാണ്. മീശ വളർത്തുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുത്തിരുന്നു. ഇത് മുശ്രിക്കീങ്ങളുടെ പ്രകൃതമാണ്. ഇതിനോട് എതിരാകണമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലിഫുൽ മുശ്രിക്കീൻ, നിങ്ങൾ മുശ്രിക്കീങ്ങളോട് എതിരാവണം. അഹ്ഫു ശവാരിബ്, മീശ നിങ്ങൾ വെട്ടി ഒതുക്കണം. വൗഫുൽ ലിഹാ, അതുപോലെ താടി നിങ്ങൾ നീട്ടി വളർത്തണമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്.
മേൽചുണ്ടിന്റെ ഈ ചുവപ്പ് വെളിവാകുന്ന രീതിയിലാണ് മീശ വെട്ടി ഒതുക്കേണ്ടത്. എന്നാൽ മീശ വടിക്കൽ കറാഹത്തുമാണ്. അതുപോലെ തന്നെ താടി വടിക്കുന്നതിനെ നമുക്കിടയിൽ താടി വടിച്ചു നടക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിൽ കാണാം. ഇതെല്ലാം എല്ലാ മദ്ഹബുകളിലും ഹറാമാണെന്ന് പറഞ്ഞതായി കാണാം. ഫതാവ ഹിന്ദിയിലും അതുപോലെ മറ്റുള്ളതായ ഗ്രന്ഥങ്ങളിലും ഇത് പറയുന്നുണ്ട്. കറാഹത്ത് തഹരീം എന്ന ചുരുങ്ങിയ രൂപത്തിലെങ്കിലും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മീശ വെട്ടാതിരിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ വഹി ഇറങ്ങാൻ തടസ്സമായി. 2 നഖം മുറിക്കാതിരിക്കുക എന്നുള്ളത് 2 കാര്യമായി. 3-ാമത്തെ കാര്യമാണ് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഹൽഖൽ ആനതി വതഖലീമുൽ അദ്ഫാർ വഖസ്സു ശാരിബ് വനത്ഫിൽ ഇബ്ത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, അതുപോലെ തന്നെ ഗുഹ്യ കക്ഷരോമങ്ങൾ നീക്കം ചെയ്യാതിരുന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത്, അല്ലാഹുവിന്റെ വഹി പോലും ഇറങ്ങാൻ വൈകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ വിഷയം നാം വളരെ ശ്രദ്ധിക്കണം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ആനത്ത് കളയാനും അതുപോലെ നഖം മുറിക്കാനും മീശ വെട്ടി ഒതുക്കാനും അതുപോലെ കക്ഷരോമങ്ങൾ പറിച്ചെടുക്കാനും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളുടെ എല്ലാം പരമാവധി കാലാവധി 40 ദിവസമാണ്. എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് വെള്ളിയാഴ്ച ഉച്ചവരെ സുന്നത്താണ്. അതുപോലെ തിങ്കളാഴ്ചയും സുന്നത്താണ്. അത് കഴിഞ്ഞാൽ ചൊവ്വയും ബുധനും ഇതിന് പറ്റിയ ദിവസങ്ങളല്ല. അതുകൊണ്ട് ഇനി പരമാവധി 40 ദിവസം വരെ മുറിക്കാതെ മുന്നോട്ട് പോകാം. 40 ദിവസമാണ് അതിന്റെ അവസാന കാലാവധി. ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാൻ പറഞ്ഞു ഇമാമിങ്ങളുണ്ട്. അതുകൊണ്ട് 40 ദിവസത്തിന്റെ ഉള്ളിലെങ്കിലും ഈ വിഷയങ്ങളെല്ലാം വൃത്തിയാക്കണമെന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തു മുഅ്മിനീങ്ങളെ, ഇത്തരം രോമങ്ങൾ നീക്കുന്നതിൽ ഭാര്യ-ഭർത്തൃബന്ധത്തിനും വലിയ സ്ഥാനമുണ്ട്. അശുദ്ധി ഘട്ടങ്ങളിൽ ഇവ നീക്കുവാനും പാടില്ല. ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് വളരെ നിസ്സാരമായി തോന്നിപ്പോകും. പക്ഷേ പ്രശ്നം വളരെ ഗുരുതരമാണ്. വതഹ്സബൂനഹു ഹയ്യിനം വഹുവ ഇൻദല്ലാഹി അലീം. നാം നിസ്സാരമായി കരുതുന്ന കാര്യങ്ങൾക്ക് ചിലപ്പോൾ വലിയ ശിക്ഷകൾ ലഭിച്ചേക്കാം. മൂത്രം യഥാവിധി ശുദ്ധിയാക്കാത്തവരുടെ ഖബർ കണ്ടപ്പോൾ ഇവർ ഈ ഖബറിൽ ശിക്ഷ അനുഭവിക്കുന്നുണ്ട് എന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സംഭവം നമുക്ക് മാതൃകയാണ്. അവർ മൂത്രമൊഴിച്ചിട്ട് ശുദ്ധിയാക്കിയില്ല എന്നതല്ല പ്രശ്നം, വേണ്ടതുപോലെ അത് കൈകാര്യം ചെയ്തില്ല എന്നതാണ് ശിക്ഷയുടെ കാരണമായി ഹബീബായ നബി തങ്ങൾ ചൂണ്ടിക്കാണിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെല്ലാം ശുദ്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എല്ലാ ഫിഖഹിന്റെ കിതാബുകളിലും തുടങ്ങുന്നത് ശുദ്ധിയുടെ പാഠം കൊണ്ടാണ്. അതുതന്നെ ഇസ്ലാമിൽ ശുദ്ധിക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്നത് മനസ്സിലാക്കി തരുന്ന കാര്യങ്ങളാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മുഴുവൻ എല്ലാ പ്രവാചകന്മാരുടെയും ചര്യയാണ്. അത് നാം നിർവഹിക്കണം. അത് അനുഗ്രഹങ്ങൾക്കും ഈമാനിനും കാരണമാകുമെന്ന് ലോകത്തിന്റെ നായകൻ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. അത്തൊഹൂറു ശത്റുൽ ഈമാൻ, ശുദ്ധി ഈമാനിന്റെ പകുതിയാണെന്ന് ലോകത്തിന്റെ നായകൻ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിലുള്ള ശുദ്ധി, ഇത്തരം വിഷയങ്ങളിലുള്ള കാര്യങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി നാം മനസ്സിലാക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നാം ശ്രദ്ധിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തു മുഅ്മിനീങ്ങളെ, ഒരുപാട് ആളുകൾ പല പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കുമാറാകട്ടെ. സല്ലു അലൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ വ ആലി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ